ഓഡിയൻസിനോടല്ല പറയണ, വേറെ ഓഡിയൻസിനാണ് പ്രശ്നം. നമ്മുടെ ഓഡിയൻസിനല്ല പ്രശ്നം, വേറെ ഓഡിയൻസിനാണ് പ്രശ്നം. അവര് 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 അവിടുന്ന് അവന്റെ മറ്റേ കമ്പ്യൂട്ടറിൽ കയറും. മനസ്സിലായേ? സോ ഗൈസ്, രണ്ട് ഇന്ന് നമുക്ക് 2 ടർഫ് ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ടർഫ് FRP കാരണം റീടർഫായി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അത് കളിച്ചേ പറ്റത്തുള്ളൂ. 2 ടർഫ് ഉണ്ടാവും ഇന്ന്. നമുക്ക് ഇതും കളിക്കണം, റാഞ്ചോയും കളിക്കണം, മണി ടർഫും കളിക്കണം ഇന്ന്. അണ്ണാ ബോസ് വരുമോ? ഡ്രീമർ വന്നില്ലേ? ഡ്രീമർ വന്നില്ല. അത് ഫുള്ള് കോമഡി ടർഫായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. SRK ക്രൈഡോ? എന്താ SRK ഇഷ്യൂ? എന്ത് പറ്റി? SRK എന്ത് പറ്റി? അവൻ ലൈവ് എന്തോ അല്ലായിരുന്നു? SRK എന്ത് പറ്റി ഗൈസ്? ഹാരി സാന്റ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. ലൈവിൽ സീനായിരുന്നു എന്താ? പിന്നെ വേറൊരു കാര്യമാണ് ഗൈസ്, ഇന്നലത്തെ TGയുടെ സിറ്റുവേഷൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കുറെ കമന്റ് ബോക്സിൽ വേറെ കുറെ ഗ്യാങ്ങിന്റെ സപ്പോർട്ടിങ് ആൾക്കാർ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. എന്താ TGയെ പേടിയായതുകൊണ്ടാണ് നമ്മൾ അടിക്കാഞ്ഞതെന്നൊക്കെ. TG ഞങ്ങൾ 14 വട്ടം ഓൾറെഡി അടിച്ചു കഴിഞ്ഞ്. മനസ്സിലായ? പേടിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. 14 വട്ടം നമ്മൾ അവന്മാരെ അടിച്ചു കഴിഞ്ഞതാണ്. ഞങ്ങൾ ഏകദേശം 10-14 സിറ്റുവേഷൻ നമ്മൾ അടിച്ചു തീർത്തതാണ്. പേടിയൊന്നുമല്ല. ഞങ്ങൾ ഈ സിറ്റുവേഷൻ ഉണ്ടായ സമയത്തൊക്കെ വൾഗറായി നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ അവരുമായിട്ട് കുറച്ച് സൗഹൃദത്തിലും അതേപോലെ ഈ പറയണത് പോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും RP ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് ഒരു ഇന്നലത്തെ സിറ്റുവേഷനിൽ അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് സിറ്റുവേഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് മാത്രമാണ് സിറ്റുവേഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ലൂപ്പിലോട്ട് തൽക്കാലം പോകണ്ടെന്ന് വിചാരിച്ചാണ് ഇത്. അല്ലാതെ പേടിയുടെ കാര്യമൊക്കെ വിട് ബ്രോ. നമ്മൾ ഇത്ര സ്ട്രീക്കിൽ ഇനി അവന്മാർ ഞങ്ങളെ ഇപ്പം. പക്ഷെ വേറെ കാര്യം പറയാം, TG നന്നായിട്ട് ഇമ്പ്രൂവ് ആയി ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി, നല്ല പോലെ ഗ്രൈൻഡ് ചെയ്ത് നല്ല രീതിയിൽ അവർ നല്ല കിടിലുമായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ. അത് പറയാതിരിക്കാൻ വയ്യ. ഞാനത് അവരുടെ വീഡിയോയിൽ വരെ പോലും പോയി ഞാൻ കമന്റ് ഇട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കളിക്കുന്നുണ്ട് അവർ. അതിൻ്റെ കാര്യമല്ല ഞാൻ പറയണേ. അവരിനി നമ്മളെ ഇനി അടിച്ച് വന്നാലും നമ്മുടെ സ്ട്രീക്കിലോട്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ അടിച്ച സ്ട്രീക്കിൽ എത്തണമെങ്കിൽ തന്നെ എങ്ങനെ പോയാലും 1 വർഷം എടുക്കും. 15-15 ആക്കണമെങ്കിൽ. ഞാൻ കളിയാക്കുമൊന്നുമല്ല, വേറെ അത് ഓഡിയൻസിന്റെ അല്ലെ, ഇവരുടെ TGയുടെ ഓഡിയൻസിനടുത്തല്ല പറയണം, വേറെ ഓഡിയൻസിനാണ് പ്രശ്നം. നമ്മുടെ ഓഡിയൻസിനല്ല പ്രശ്നം, വേറെ ഓഡിയൻസിനാണ് പ്രശ്നം. അവരുടെ അടുത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. തൽക്കാലം നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ സിറ്റുവേഷൻ എടുക്കത്തില്ലെന്നൊന്നുമല്ല. 2 സൈഡിലും എങ്ങനെ എന്തെങ്കിലും വൾഗാരിറ്റിയും ഇതുപോലെ സിറ്റുവേഷൻ ട്രിഗർ ആവണം ഞങ്ങൾ അടിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ആരെയും ഞങ്ങൾ നോക്കാറില്ല. ഒരു സാധനം ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് KVAക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നിലും നമ്മൾക്ക് സോൾവ് ചെയ്യാന്ന് പറയുന്നൊരു സാധനം ഇല്ല. ഓക്കെ, സോ ഇതിപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഞാൻ VC പോയിട്ടൊക്കെ എന്താ എല്ലാവരും പറയണേ? SRK കരഞ്ഞു വന്നു. എന്താ ചോദിക്കട്ടെ? ഹലോ, ഇത് കണക്ട് ആയില്ല. ഹലോ കേക്കാവോ? SRK കരഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഭയങ്കര ചാറ്റിനകത്ത് റേജ് ബെയ്റ്റ് സ്നൈപ്പ് എന്നും പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് വന്നിട്ട് കൊണ അടിക്കുന്ന ഒരുത്തനുണ്ട്. അപ്പൊ ഇവൻ എന്തോ അടിച്ചെന്ന് നമ്മുടെ അടുത്ത് പറയുന്നില്ല. പക്ഷെ ഇവൻ എന്തോ ബാഡ് ആയിട്ട് അങ്ങ് പോയി. എല്ലാവരും ചാറ്റി വരുന്ന ഒരുത്തനാ അവൻ. പക്ഷെ ഇവൻ എന്തോ ചോദിച്ചിട്ട് പറയുന്നില്ല. എന്താടാ പറഞ്ഞേ? അണ്ണാ ഒന്നുമില്ലണ്ണാ, അത് അവൻ പറഞ്ഞ് ഇപ്പൊ കേറിയിട്ടുള്ള എല്ലാവർക്കും ഇവനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത്, നീലിനെയൊക്കെ വെച്ച് അവനിപ്പോ എല്ലാ വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, നീ കുറെ നാൾ കേറിയില്ലേ, നിനക്ക് RP ചെയ്യാനൊന്നും അറിഞ്ഞൂടെ, നിർത്തി പൊക്കൂടെ, ഈ പറഞ്ഞോട്ട് നിനക്ക് എടാ ഇത് എല്ലാവരുടെയും ചാറ്റി ഒന്ന് പറയുന്നേടാ. ഇത് ഒഴിവാക്കണോടാ. നമ്മളൊരു സാധനം നല്ലതുപോലെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, അതായത് വെളിയിൽ നിന്ന് അവന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം ഇതാ. മനസ്സിലായത്? നിങ്ങളോട് വന്ന് വേറെ പറയാം, പേഴ്സണലി സംസാരിക്കാൻ പറ്റത്തില്ല. പകരം പബ്ലിക്കിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷ് ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്ത്. മനസ്സിലായ? എടാ അതൊന്നും വെച്ച് ഒരിക്കലും ഈ പറയണ പോലെ ഇവനൊക്കെ ഏതാ നമ്മളിതിവിടെ എത്തിച്ചോണ്ടാ ഇതൊക്കെ കാണുന്നത്. ഇവനൊക്കെ ചുമ്മാ വെറുതെ വന്ന് പറയണം. എന്തോരം നല്ല, ഞാനും ഇതൊക്കെ തന്നെയാ. എന്നാലും ഞാൻ പറയുക, എന്തോരം ആൾക്കാർ നല്ലത് പറയണടാ.
നമ്മളെ പറ്റി എന്തോരം ആൾക്കാര്. എടാ ഇതിന്റെ പേരിലൊന്നും ഇതാവല്ലേടാ സീരിയസ്ലി. പെട്ടെന്ന് അങ്ങ് ഇതായി പോയതാ ടൈമിൽ. എന്തിന് പെട്ടെന്ന് ഇതാ അവന്റെ പേര് കണ്ടില്ലേ, അവന്റെ പേര് തന്നെ കണ്ടില്ലേ, അവന്റെ പേരെന്താ ട്രിഗർ എന്തോ പേര് റേഞ്ച് വെയിറ്റ് കണ്ട, അവന്റെ പേര് തന്നെ ഉണ്ട് അവൻ കള്ളനാണെന്ന്. എനിക്ക് വേറെ അക്കൗണ്ടിൽ നിന്നാ ഇതാക്കിയത്. ഇത് ഡെയിലി സാവേജിന്റെ സ്നൈപ്പില് ലൈവ് വരുന്നതാണെന്ന്. അല്ല എന്താ ഗ്രൂ എന്താ അങ്ങനെ എന്തോ രോഹിത് ആണെങ്കിൽ എന്റെ ഇപ്പൊ എന്റെ ഫ്രണ്ട് ആണ് അവൻ. അല്ലല്ല വേറെ ഒരു പേരിലാ വന്നത്. സിറ്റി പോയി കേട്ടോടാ ഇങ്ങളെ. സിറ്റി പോയല്ലേ നല്ല. എഡ്വിൻ ബേബി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. എന്റെ ഒരു ഇത് നോക്കണേ ജോക്കി. ഞാൻ വാഗമണ്ണൊക്കെ ഇരുന്ന നിങ്ങളൊക്കെ എന്ത് പീസ്ഫുൾ ആയിട്ട് RP ഒക്കെ ചെയ്ത് സിറ്റിയിൽ അടിയൊക്കെ നടന്ന് എല്ലാരും വരുന്നതിന് മുന്നേ അടിയുണ്ട്. പക്ഷെ അല്ല ജോക്കി, ഞാൻ വേറെ കാര്യം പറയട്ടെ ജോക്കി. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ഈ സെർവറിൽ കളിക്കുന്ന 450-500 പേര് എന്നെ പ്രാഗോ ഈ പുണ്ട വരാതിരുന്നാ മതിയായിരുന്നു, നമുക്ക് ഇന്ന് RP കളിക്കാം. അങ്ങനെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. എന്റെ തലയ്ക്ക് മുകളിൽ പ്രാക്കിരിക്കുക. മഴ വരുന്ന പോലെ അണ്ണ സിറ്റി സിറ്റി അപ്പായ എടാ നീ നേരെ സിറ്റി കയറി. അല്ല ഞാൻ കുറച്ചു നേരം ഡിസ്കൗണ്ട് റൂൾസ് നോക്കിട്ട് വരാം. ഓ ഓക്കെ ശരി. ഡിസ്കൗണ്ട് റോൾസ് നോക്കിയാലോ അണ്ണാ. പിന്നെ നിന്റെ അച്ഛനെ കൂടെ വിളിച്ചിരുത്താൻ ഞാൻ അവിടെ. അണ്ണാ പിന്നെ ഡേറ്റ് ഫിക്സ് ആട്ടോ. എന്തിന്റെ എടാ ഈകളെ കണ്ണാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ നാട മുറിക്കണമെന്നാണ് കണ്ണാപ്പി പറയുന്നത്. അണ്ണാ അച്ഛൻ നാട പിടിക്കും, അണ്ണനും ശരത്തേട്ടനോടെ മുറിക്കണം. എടാ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇത് കമ്മിറ്റ് ചെയ്യാം. എന്നിട്ട് ദേവൂട്ടന്റെ അവൻ വളർന്ന് വലുതാവുമ്പോ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. കാരണം എന്തായാലും അത്ര സമയം എടുക്കും, മനസ്സിലായ? കാരണം ഇത് നീ TV കയറിയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ തൊട്ടേ ഇത് പറയാൻ തുടങ്ങിയതാ. ദേവൂട്ടൻ ഓക്കെ അവൻ വന്ന് ചെയ്യാം. അവനോട് നാളെ എറണാകുളത്ത് പോയ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അവൻ വന്ന് ചെയ്യും. കാര്യമായിട്ട് പണി തുടങ്ങി. ആൾക്കാർ ഈഗിൾ 7 മറന്ന് ഇനി തൊട്ട് കണ്ണന്റെ ഹെവൻ. ഈഗിൾ അവന്റെ മുകളിൽ നീ ഒരു കണ്ണൻ അവൻ ഉണ്ടാക്കാൻ പറ്റിയോ കാണിക്കാമെങ്കിൽ ഉണ്ടാക്കി കാണിക്ക്. അണ്ണാ അതല്ല അണ്ണാ അണ്ണന്റെ മണ്ടക്കാ ഇത്. എഡ്വിൻ ബേബി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓ ബേബി കൊറേ കാശ് ഇറക്കുന്നുണ്ട് ബേബിയെ. പൊട്ടിക്കുന്നുണ്ടല്ലോടാ. എടാ ഇത് ഏത് ബേബിയാടാ? അണ്ണാ മറ്റേ ഓർമ്മ അല്ലല്ല പറഞ്ഞുതരാം അണ്ണന്. പണ്ട് നമ്മളൊരു വാഗമൺ റിസോർട്ട് ഇറക്കിയ അവൻ തന്നെ എടാ ഈകളെ നിങ്ങളവിടുത്തെ ഇത് റാലി വല്ലതും പോയതാണോടാ? എന്തൊരു ഓഫ് റോഡേഴ്സ് ക്ലബ്ബ് ജോക്ക് ചെയ്ത്. ഓക്കെ അണ്ണാ വ്ലോഗ് ഉണ്ടായിരുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ ഓഫ് റോഡിലൊക്കെ പോയിട്ട് ഞാൻ ഉറങ്ങിയില്ലല്ലോ. ഞാൻ പോയി നേരെ കിടന്ന് ഉറങ്ങിപ്പോയേട്ടാ. ഞാൻ രാവിലെ എണ്ണീറ്റ് എന്റെ ക്യാമറ എടുത്ത് നോക്കിയപ്പം ഒരുത്തം വെളുപ്പിന് 6 മണിക്ക് എണ്ണീറ്റ് പൊട്ടനെ പോലെ ഇരുന്ന് പൂളിലൊക്കെ ചാടുന്ന വീഡിയോ ഒക്കെ എടുത്ത് എന്റെ വ്ളോഗിന്റെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഇവനാ ചെയ്യുന്നേ ബോബ്. ഞാൻ എണ്ണീറ്റ് വന്നപ്പോ സ്റ്റോറേജ് ഫുള്ള് കേട്ടോ. ഞാൻ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് നോക്കിയപ്പോ കണ്ണനെയും വിളിച്ചുകൊണ്ട് ഏതോ കാട്ടിപ്പോയി പാമ്പിന്റെ ഒക്കെ കൂടെ സംസാരിച്ചിരിക്കുന്നു. ഒരു പാമ്പ് പോവാ അതിനോടൊക്കെ സംസാരിച്ചിരിക്കണം. ബാക്കി വ്ളോഗ് ഇവനാ ചെയ്യണം കേട്ടോ. അത് ജോക്കി നമ്മള് ചുമ്മാ ഇവന്മാര് വാഗമണ് വന്നപ്പോ ജോക്കി ചുമ്മാ അവിടെ ഓൺലൈനിൽ കേറിയിട്ട് എന്ത് വാഗമൺ ഡോട്ടിന്. ഞാൻ വേറൊരു കാര്യം ചേട്ടാ, നീ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടത് എന്തുവാ? ഗോപ്രോ എടുത്താണോ അതോ ഐഫോൺ ആണോ? അത് ആക്ഷൻ 6 DJ. ഞാൻ വെച്ചത് ഫോഴ്സ് ചെയ്യാൻ ഞാൻ ഈ വീഡിയോ അങ്ങനെ എടുത്തിട്ടെന്നാ വിചാരിച്ചേ. ജോക്കി പക്ഷെ വലിയ ക്ലാരിറ്റി ഇല്ല. ഐഫോൺ ബെറ്റർ. കാര്യം എടാ ഞാൻ 6 വർഷം മുന്നേ ഒരു കാര്യം പറഞ്ഞ് വഴക്കിട്ട് ഓർമ്മയുണ്ടായിരുന്നു. 3 ദിവസം ഓർമ്മയുണ്ടായിരുന്നു. എന്താ കേട്ടില്ല? ഒരു 5 വർഷം മുന്നേ ഞാൻ വഴക്കിട്ട് 3 ദിവസം ഓർമ്മയുണ്ടായിരുന്നു. അത് അനുഭവിച്ചു. ആഷിന്റെ പാസ്പോർട്ട് എന്തിന്? അതൊക്കെ എനിക്കറിയില്ല. ഇത്ര വയസ്സായിട്ട് പാസ്പോർട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഡെഫനാക്കി കേക്കണം. ഷെമീർ റിയാക്ട് ബ്രോ. നിങ്ങൾക്ക് ഇത് മതിയോ? ഡെയിലി അങ്ങോട്ടും എന്തോ പറഞ്ഞ് മൊത്തം അതായിരുന്നു സ്പാം. എന്തോ കൊണയടിച്ചെന്നും പറഞ്ഞ് ഭയങ്കര സ്പാം ജോക്കി. എന്ത് കൊണ വേണമെങ്കിലും അടിച്ചോട്ടെ ജോക്കി. നമ്മൾ ഇവരുമായിട്ട് പ്രശ്നമായ എന്തിന്റെ അടിസ്ഥാനത്തിലാ ജോക്കി? RPയില് MRC SSTV പുള്ളി ഇപ്പൊ ലൈനപ്പിൽ പോലും ഇല്ല. പുള്ളി ഇപ്പൊ ആ ഗ്യാങ്ങിൽ പോലും ഇല്ല. അങ്ങനെ ഒരുത്തനെ ഞാൻ തിരിച്ചിരുന്ന് എന്തിനു പറയണം? എനിക്കതിന്റെ ആവശ്യമില്ല. അല്ല ഇവരെന്തിനാണ് പിന്നെ പറയുന്നത്? അവ അതിനകത്ത് വല്ല വരുന്നെങ്കിൽ വരട്ടെ. ചില്ലറ നല്ലല്ലോ കിട്ടിയത്. അതെ, നല്ല അടി കിട്ടിയതാണോ കൊള്ള സമയത്ത് പോലും. പിന്നെ ഇനിയിപ്പോ എന്തിനാ നമ്മൾ റിയാക്ട് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കണം? കൈസ് വീഡിയോ അതൊക്കെ ചില്ലായി. പിന്നെ എനിക്ക് ഡെയിലി ഈ അപരാധങ്ങളെ പറഞ്ഞോണ്ടിരിക്കുന്നു എനിക്ക് താല്പര്യമില്ല. ആദ്യം അവന്റെ പ്രശ്നങ്ങൾ തീർക്കട്ടെ, എന്നിട്ട് മതി എന്റെ.
എന്റെ എടാ ഈകളെ ഞാൻ സിറ്റിയിലോട്ട് വരുവാണോ? ആ ചേട്ടാ കേട്ടോ, ഞാൻ കുറച്ചു നേരം ഡിസ്കൗണ്ട് റൂൾസ് ഒക്കെ നോക്കിയിട്ടായിരുന്നു. എനിക്കാണെങ്കിൽ തരിച്ചിരിക്കുകയാണ് 5 ഗിഫ്റ്റ് ലോട്ടറി ലോട്ടറി ചേട്ടാ. പണ്ടേടാ ബോബേ, ഏഹ് ഞാനും വാസോണ്ട് ഇവരോട് ഒരു ട്രിപ്പ് പോയേ. എനിക്കറിയാം പക്കീനെ കഥയല്ലേ. രാത്രി ആയപ്പോഴത്തേക്ക് ആ റിസോർട്ട് മൊത്തം പക്കി കയറി. ഇവൻ രാത്രി വീഡിയോ പൊക്കി പിടിച്ച് ഒരു കൈലി കൊടുത്ത്, കൈലിയില് വീഡിയോക്കകത്ത് കൈലിയിൽ 5 പക്കിയുണ്ട്. ഷഡ്ഡി പോലും ഇടാതാണ് ഇവൻ പോയത്. അവിടെ ചെന്നേടാ അവന്റെ അടുത്ത് പറയാം, പുട്ടച്ചി വരെ എന്താണ് കാണിക്കുന്നത്, ഇവിടെ പക്കിയാണ്. അവൻ എടാ പിന്നെ രാത്രി 4 മണിക്ക് പൂളിനകത്ത് ചാടാൻ ചെന്നപ്പോ പൂളില് മൊത്തം പക്കി. രാത്രി 4 മണിക്ക് റിസോർട്ടിന്റെ ഓണറെ വിളിച്ചിട്ട് പൂളി ചാടണോന്ന് പറഞ്ഞാൽ അവൻ തള്ളക്ക് വിളിക്കൂലേ അവൻ. പിന്നെ പക്കി എന്ന് പറഞ്ഞ പക്കിയല്ല ഗൈസ്, മറ്റേ സാധനം എന്തോ അതിന് പറഞ്ഞില്ല. ലൈറ്റ് കാണുമ്പോ വരത്തില്ലേ, ലൈറ്റ് കാണുമ്പോ വരുന്ന വണ്ടൊന്നുമല്ല, വണ്ട. ഈയലെന്നാ അതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അയ്യോ പിന്നില്ലാതെ എന്റെ അമ്പോ ഒറ്റ ആക്രമണം വരുന്നത്. ഒരു ദിവസം എറണാകുളത്തെ വീട് കൊണ്ടുപോയി എന്റെ ഈയിടയ്ക്ക്. ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു, പക്ഷെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാ. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. എറണാകുളത്തെ വീട് കൊണ്ടുപോയി. നീ ഇല്ലായിരുന്നോ ബോബേ? ഞങ്ങൾ ഞാനും പോകുമ്പോ മഴപ്പാറ്റ എന്നാണ് പറയണത് നിങ്ങളുടെ നാട്ടിലതിന്. പാലക്കാട് സൈഡിൽ മഴപ്പാറ്റി എന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ പാലക്കാടല്ലേ, എനിക്കറിഞ്ഞൂടല്ലോ. മഴപ്പാറ്റ, ഈയാൻ പാറ്റ, കായംകുളം സൈഡല്ല. കായംകുളം സൈഡിൽ ആരാ? നീ മാത്രമേ പറയത്തുള്ളൂ, വേറെ ആരും പറയത്തില്ല ഈയാൻ പാറ്റെന്നൊന്നും. അല്ല ഈയാൻ പാറ്റ ആലപ്പുഴ സൈഡിലേക്ക് ഈയാൻ പാറ്റ എന്നാ പറയുന്നത്. പോടാ, ആലപ്പുഴ പറഞ്ഞേ, പോടാ അവിടുന്ന് ഈയാൻ പാറ്റേ. നീ ഏത് ആലപ്പുഴ? കൊല്ലം കായംകുളമാണോ? അത് ആലപ്പുഴയല്ലല്ലോ. ആലപ്പുഴയാണ്. ആലപ്പുഴ കായംകുളം ആലപ്പുഴ ജില്ലയാണോ? ആലപ്പുഴ ഇല്ല. തന്നെ കായംകുളം ആലപ്പുഴ.